ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ, നമ്മുടെ ക്ഷണപ്രകാരം നമ്മോടൊപ്പം ആയിരിക്കുന്ന ആദരണീയനായിട്ടുള്ള ഫാദർ ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ, ബഹുമാനപ്പെട്ട വലിയ ശ്രേഷ്ഠരെ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്നതായ എല്ലാ സീനിയർ സിറ്റിസൺ ഫെഡറേഷൻ അംഗങ്ങളും, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ സംഘം മാർത്തോമ ഇടവകയിലേക്ക് ഹൃദയമായ സ്വാഗതം വരുന്നത് എന്നുള്ളതാണ് എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടന വളരെ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംഘടനയാണല്ലോ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്. അതിന്റെ അംഗങ്ങളെന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ ഫലകരമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഈ സമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. പുതിയ വർഷത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ആണ് നമ്മളെല്ലാവരും ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ദൈവദൂരം നൽകുന്ന ആയുസ് ഫലകരമായി അതിന്റെ പർപ്പസ് മനസ്സിലാക്കി പൂർത്തീകരിക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള കൂടിവരവുകളിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് അത്തരത്തിൽ നമുക്ക് ദിശാബോധം ലഭിച്ച് ഫലകരമായ സാക്ഷ്യം നിർവഹിക്കാൻ ദൈവദൂരം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സെന്ററിന്റെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന രഞ്ജി വർഗീസ് അച്ഛന് നമ്മുടെ സമീപമുള്ള നമ്മുടെ തലക്കം കൈനീതിയും സെന്ററുമായി ബന്ധപ്പെട്ട അതിന്റെ ഡയറക്ടറായിട്ടൊക്കെ അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നല്ലോ. അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടെ എല്ലാവരും ഇന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രത്യേകിച്ച് മദ്രാസിന്റെ സെക്രട്ടറി തോമസ് സെക്രട്ടറി അച്ഛൻ, അതുപോലെ ഈ സെന്ററിലെ തന്നെ സീനിയർ വൈദികരിൽ ഒരാളായിരിക്കുന്ന തോമസ് അച്ഛൻ, ജോർജ് കെ ജോർജൻ, കെ സി എബ്രാമച്ചൻ, സാം ഗ്ലൂക്കോസ് അച്ഛൻ, തോമസ് മാത്യു അച്ഛൻ, റോഷൻ സാം വർഗീസ് അച്ഛൻ, എന്നോടൊപ്പം ഈ ഇടവകയിൽ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ബഹുമാനപ്പെട്ട അനു പി ജെ അച്ഛൻ, ഈ ബഹുമാനപ്പെട്ട വൈദ്യ വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായിട്ട് വന്ന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിനെ തുടർന്നുള്ള സമയമുണ്ട്. എന്നാലും അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ വലിയ സന്തോഷമാണ്. അച്ഛന്റെ പ്രഭാഷണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് ഈ ലോകം വാസ്തവത്തിൽ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകം, പുതുതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ദർശനം എന്ന് പറഞ്ഞത് എല്ലാം കുഴപ്പം പിടിച്ചാണ് എന്ന് പറയുന്നത്. അതിനെതിരെ പറയാൻ നമുക്കൊരു പ്രത്യാശ തന്നെ വാസ്തവത്തിൽ കോവിയസിനെ പോലെയുള്ള ഒരാളുടെ വാക്കുകളുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം നൽകുന്നത്. അതെങ്ങനെയാണ് നവ്യമായിക്കൊണ്ടിരിക്കുന്നത്? അത് അനുകമ്പയിലൂടെയും കരുതലിലൂടെയും അൻപ് കാണിക്കുന്നതിലൂടെയും സ്നേഹം കാണിക്കുന്നതിലൂടെയും അങ്ങനെയുള്ള സമൂഹങ്ങൾ വളർന്നു വരുന്നതിലൂടെയാണ് ഒരു പുതിയ ലോകം, നവ്യമായിക്കൊണ്ടിരിക്കുന്ന ലോകം, പ്രതീക്ഷ നൽകുന്ന ഒരു ലോകത്തെ കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രിയപ്പെട്ട അച്ഛൻ, നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട അച്ഛനാണ്. അച്ഛൻ പിന്നെ സഭകൾക്ക് അതീതമായി മതങ്ങൾക്ക് അതീതമായ ഉള്ള ഒരു വ്യക്തിത്വമാണ്. വാസ്തവത്തിൽ സ്നേഹത്തിന്റെ ഒരു സാന്നിധ്യമാണ് തോന്നപ്പെട്ട അച്ഛൻ. അച്ഛന്റെ വാക്കുകൾ, അച്ഛന്റെ കർമ്മങ്ങളൊക്കെ അനേകർക്ക് പ്രചോദനമായിക്കൊണ്ടിരിക്കുന്നു. അത് മുതിർന്നവർക്ക് മാത്രമല്ല, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രചോദനമാണ് പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛനെ നമ്മോടുകൂടെ പങ്കുചേർക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ധ്യാനം നമുക്ക് നൽകുന്നതിലും ഭക്തി ആദരവോടുകൂടെ അച്ഛൻ ഇന്ന് ഈ രീതിയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഇടവകയുടെ അംഗം കൂടിയായിരിക്കുന്ന തോമസ് സ്വദേശി, അതുപോലെ തന്നെ നമ്മുടെ ബ്രദർ ജോർജി വർഗീസ്, ഈ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടുകൂടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിവിധ ഇടവകളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, അതുപോലെ പശ്ചിമമാര്, നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ വാക്കിൽ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഏതെങ്കിലും വാസ്തവത്തിൽ ഈ മീറ്റിംഗിന് അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് വളരെ താല്പര്യപൂർവ്വം ഇതിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ് അംഗങ്ങളെയും ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റർ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിന്റെ ഓഫീസ് മെമ്പേഴ്സ്,
ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ഓഫീസ് ബേഴ്സിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഈ യോഗങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടത് എൻ്റെ ഇടവകയിലെ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് അംഗങ്ങളാണ്. പാർട്ടി കുത്തിയും പാർട്ടി കുത്താതെ ഇതിനകത്ത് നേതൃത്വം നൽകുന്നത് എല്ലാ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് അംഗങ്ങളെയും, അതുപോലെ തന്നെ ഈ ഇടവകയിലെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ ബിജുവിന്റെ, അതുപോലെ തന്നെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ സജീവങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ലഭിക്കുന്നു.